ഹായ് സീത. റാം, എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും നിന്നോട്? പറ സീത. നിങ്ങളായിട്ട് ഇങ്ങോട്ട് കോൾ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ കോളൊന്നും കാണാത്തോണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. മുത്തശ്ശനിപ്പോ എങ്ങനെയുണ്ട്? മുത്തശ്ശൻ ഒരു കുഴപ്പമില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എന്തായി കാണുമെന്നൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്താണെന്ന് എനിക്കും അറിയാം. പക്ഷേ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റിയും എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ആ ചോദ്യം ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറ സീത. ഇറ്റ്സ് ഓക്കെ. എന്റെ ലൈഫില് നീ വേണോ സിഹി വേണോ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുതെന്ന് ഞാൻ രാമനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതറിയോ നിനക്ക്? പക്ഷെ രാമൻ എന്നോട് എന്തോ ദേഷ്യമാണത്രേ. അങ്ങനെ ഒരു സിറ്റുവേഷനാ ഇപ്പൊ മുന്നില്. മുത്തശ്ശൻ എന്നെ മീറ്റ് ചെയ്യണോന്നാ പറഞ്ഞത്. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാര്യം എന്താണെങ്കിലും ശരി, എന്റെ തീരുമാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ലേ? അതറിയുമെങ്കിൽ എനിക്കതൊരു സമാധാനമാണ് റാം. എനിക്കറിയാം സീത, നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും സിഹി മാത്രമായിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നീ അവളെ കൈവിടാൻ പാടില്ല. ഇൻഫാക്ട് നമ്മൾ രണ്ടുപേരും ഒന്നിക്കാനുള്ള പ്രധാന കാരണം സിഹി തന്നെയല്ലേ? എന്ന് കരുതി നമ്മുടെ ഇഷ്ടം കൊണ്ട് ഒരിക്കലും സിഹി സഫർ ചെയ്യരുത്. നിന്റെ തീരുമാനമായിരിക്കും എന്നും എന്റെ തീരുമാനം സീത. സിഹി എപ്പോഴും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. നീ ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. All I can say is, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സീത. ഗുഡ് നൈറ്റ്. ഓക്കെ റാം, ഗുഡ് നൈറ്റ്. ಏನೋ ಇದು ಒಂಥರ ಪ್ರೀತಿಗದು ಯಾವ ಶಾಪವಿದೆಯೋ ತಿಳಿಯದೆ ಪ್ರೀತಿ ಮಾಡುತ್ತಾರೆ. വിശന്നിരിക്കുന്ന സമയത്ത് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കിടിലം കോമ്പോ. എടി, നിനക്കൊരു വെളിവുമില്ലേ? കല്യാണം കഴിഞ്ഞാ പിന്നെ ഭർത്താവ് കഴിക്കുന്നവരെ ഭാര്യ കഴിക്കാൻ പാടില്ല. ഇക്കാലത്ത് അങ്ങനെയൊന്നും അല്ലെന്ന് അറിയാം. എന്നാലും അവൻ ഇങ്ങോട്ട് വരുന്നവരെ നിനക്ക് കാത്തിരുന്നൂടെ? അമ്മേ, നല്ല വിശന്നിരിക്കുമ്പോ എന്തേ ഈ പറയുന്നേ? ഓഫീസിൽ നിന്ന് വന്നിട്ട് അവനെടുത്ത് കഴിച്ചോളില്ലേ? അല്ല പ്രിയ, നീയും അവനും ഒരേ ഓഫീസിലല്ലേ? അവന് തോന്നുമ്പോ അവൻ വരുന്നു, നിനക്ക് തോന്നുമ്പോ നീയും വരുന്നു. എന്ത് ജീവിതം ഇത്? ബാംഗ്ലൂർ ജീവിതം. വിശക്കുന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കും, അല്ലാതെ എന്നെ തിന്നല്ലേ. ൊന്നുമില്ല. അത് ഞാൻ വീട്ടിൽ വരുമ്പോൾ തന്നെ ടേബിൾ ഫുള്ളായിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. താങ്ക്സ് അമ്മ. ഇത്രയും വലിയ ഡയലോഗൊക്കെ വേണോ? എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പക്ഷേ അമ്മയുടെ കൈപ്പുണ്യം എന്താണെന്നും അമ്മയുടെ സ്നേഹം എന്താണെന്നും എനിക്കറിയില്ലല്ലോ. മോൻ പോയി വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. കഴിക്കുന്ന ഭക്ഷണം പതിയെ സമാധാനത്തിൽ കഴിച്ചാലേ ഭക്ഷണത്തിന് രുചി ഉണ്ടാവൂ, അത് ശരീരത്തിലും പിടിക്കും. ശരി. അയ്യോ, ഫോൺ വെക്ക്, ആദ്യം കഴിക്കാനിരിക്കെ. അല്ല, രാമ കോൾ ചെയ്യുന്നേ, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഞാനിപ്പോ ഒരു 5 മിനിറ്റ്. സോറി. നിനക്കൊന്നും തോന്നുന്നില്ലേ? ഏതാ ഇവന്റെ ഫ്രണ്ട്? ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വിടില്ലേ? അമ്മേ, റാം ഈ സമയത്ത് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമായിരിക്കും. നിങ്ങൾ വെറുതെ ആലോചിച്ച് കൂട്ടാൻ നിൽക്കാതെ ഇരുന്ന് കഴിക്കേ. എടി,
ഇനി എന്താ ആലോചിച്ച് നിൽക്കുന്നേ? എടാ, ഞാൻ നിന്നെ പേഴ്സണലായിട്ട് വന്ന് കണ്ടോളാം. ഞാൻ വിളിച്ചോളാം. ചേട്ടൻ വരുന്നുണ്ട്. ഫ്രീ ആവുന്ന ഞാൻ പിന്നെ സമയത്ത് വിളിക്കാവേ. ടെക്സ്റ്റ് ബൈ. ചെയ്യുക, അത് മാത്രം മതി. ഓക്കെ ബൈ. പപ്പാജി. ഏട്ടാ പുറത്തേക്ക് ഇറങ്ങിയതാ? ആ, റാമിനൊന്ന് മീറ്റ് ചെയ്യാൻ പോവാ. നിനക്കെന്ത് പറ്റി? എല്ലാം ഓക്കെ അല്ലേ? എന്താ വയ്യാത്ത പോലെ? അങ്ങനൊന്നുമില്ല ഏട്ടാ, ഞാൻ ഓക്കെയാ. ശ്രദ്ധിച്ചു പോട്ടോ. ശ്രീരാമേട്ടനെ ചോദിച്ചു എന്ന് പറയണേ. ഓക്കെ. സോറി, നിങ്ങളെന്തോ സംസാരിക്കായിരുന്നു. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, അതാ ഞാൻ കോൾ കിട്ടിയത്. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് എത്തിയതല്ലേ ഉള്ളൂ. ഇനി നാളെ കാണാം. ഓക്കെ? അതെ അഞ്ജു, നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വെക്കാൻ തോന്നുന്നേയില്ല. സോറി, ഞാൻ അറിയാതെ അഞ്ജു എന്ന് വിളിച്ചു. ഞാനിനി അങ്ങനെ വിളിച്ചോട്ടെ? ഫോർമാലിറ്റീസ് ഒന്നും എനിക്ക് വേണ്ട. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് എന്ത് വിളിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ വിളിക്ക. നോക്ക്, എന്റെ ദുഃഖം പങ്കുവയ്ക്കാനുള്ളത് നീ മാത്രമാണ്. ഇത്രയൊക്കെ ആയിട്ടും എന്റെ പേടി പോയിട്ടില്ല. ഈ ലോകം തന്നെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയെന്നാ തോന്നുന്നേ. എന്തിനാ അങ്ങനെ കരുതുന്നേ? എന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ അഞ്ജു? എന്നെ മനസ്സിലാക്കാൻ പോലും ഇവിടെ ഒരാളില്ല. നമ്മളെ ആരും സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും സഹിക്കാൻ പറ്റും. പക്ഷേ നമ്മളെ ഒരാൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വേദന മറ്റൊന്നില്ല അഞ്ജു. ശരിയല്ലേ? രാം സർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്ര നല്ല ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്ക്. നമ്മുടെ ചിന്തകളാണ് നമുക്ക് ശക്തി തരുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകള് നമുക്ക് ദോഷം ചെയ്യും. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. അഞ്ജു പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ധൈര്യം പോലെയാ, ഒരു തരത്തിലുള്ള വിശ്വാസം. താങ്ക് യു അഞ്ജു, താങ്ക് യു സോ മച്ച്. ഞാൻ നാളെ അഞ്ജുവിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ്. അയ്യോ ഭഗവാനെ, എന്ത് ഈ കുട്ടി ഇങ്ങനെ? അവനാണെങ്കിൽ 24 മണിക്കൂർ ഓഫീസ് ജോലിയാ റാമെന്നും പറഞ്ഞ് നടക്കും. അഞ്ജു ആണെങ്കിൽ അവക്ക് തോന്നുമ്പോ പോകുന്നു, തോന്നുമ്പോ വരുന്നു. ഇവർക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാ ഈ വീട്ടിലുള്ളതെന്റെ മോള് മാത്രമാ. ഒക്കെ അവളുടെ തലയിലാവും. ഭഗവാനെ, എന്താ ഇപ്പൊ ചെയ്യാ? എടാ, ലൈഫില് എന്നെയോ സിഹിയെയോ ഒരാളെ മാത്രം ചൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരരുതെന്നാ സീത പറഞ്ഞത്. എന്നിട്ടിപ്പോ അവസാനം എന്തായി? ഇപ്പൊ അതേ സിറ്റുവേഷൻ അവളും കൂടെ ഞാനും ഫേസ് ചെയ്യേണ്ട അവസ്ഥയായില്ലേ? അല്ലമാൻ, എനിക്കറിയാൻ വയ്യാത്ത എന്തിനാ മുത്തച്ഛൻ സീതയുടെ വീട്ടിലേക്ക് പോയത്? മുത്തച്ഛൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. എടാ, സൂര്യോടൊന്ന് സംസാരിക്കേ. ഉള്ളതെല്ലാം പറ. അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എടാ, മുത്തച്ഛൻ ശരിക്കും നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എനിക്കൊന്നും പോയി സംസാരിക്കാനുള്ള അവസരം പോലും ഇല്ല. എടാ, സൂര്യ നിങ്ങളെ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് മോർ ഓവർ, സീതയും രാമനും ഒന്നാവുന്നതാണ് ഡെസ്റ്റിനി. അതാർക്കും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഈ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ട്രസ്റ്റ് മീ. ബട്ട് മുത്തച്ഛൻ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലടാ. എടാ, സൂര്യയുടെ ഈ ദേഷ്യമൊക്കെ ഈ സമയത്ത് മാത്രമേ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. സിഹിയുടെ കാര്യം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് മാത്രം. ആ ദേഷ്യത്തിൽ നിന്നെയും സീതയും തമ്മിൽ വേർപിരിക്കണമെന്നൊന്നും അദ്ദേഹം തീരുമാനിക്കില്ല. നീ പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. നീ ആലോചിക്കേണ്ടതായിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട് മാൻ. നീ എന്താടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ ലോയറിനെ പോയി കണ്ടിരുന്നോ? ഇല്ലടാ, ഞാനത് മറന്നു. ആദ്യം സീതയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് പോയി ലോയറിനെ കാണാം. ഓക്കെ. ബട്ട് രാമ, ലോയർ എന്തൊക്കെ പറഞ്ഞാലും അത് നിന്റെ ഉള്ളിൽ മാത്രം വെച്ചാൽ മതി. നീ എന്താ അങ്ങനെ പറയുന്നത്? നോക്ക് രാമ, ഈ വില്ലും സ്വത്തും ഒക്കെ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സൂര്യയുടെ ഹെൽത്ത് ഓക്കെ അല്ല. അതുകൊണ്ട്
ലോയർ എന്ത് പറഞ്ഞാലും നീ അത് ആരോടും പറയണ്ട. ഈവൻ അത് എന്നോടും പറയണ്ട. എന്നോടത് പറഞ്ഞില്ലെങ്കിൽ നീ ആരോടും പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എസ്പെഷ്യലി ഭാർഗവി മേമയോട് അത് പറയരുതടാ. പക്ഷെ ഇത് മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? നിന്റെ ചുറ്റിനും എന്താ നടക്കുന്നതെന്നുള്ള ഐഡിയ പോലും നിനക്കില്ല. ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കുകയില്ല. എടാ, ഇപ്പൊ എന്റെ തലയ്ക്കകത്ത് മുത്തശ്ശൻ സീതയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂടാ. നീ പെട്ടെന്ന് പോയി ലോയറിനൊന്ന് മീറ്റ് ചെയ്യണം. നീയും സീതയും ഒന്നാവുന്ന കാര്യത്തിൽ ഡൗട്ട് വേണ്ട. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ്. ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ സൂര്യ എതിരെ നിൽക്കുമോ? ആൻഡ് സിഹിയെ അദ്ദേഹം റിജക്ട് ചെയ്യാൻ ചാൻസേ ഇല്ല. സോ കൂളായിട്ടിരിക്കും നീ. താങ്ക്സ് ഡാ. നിന്നോടൊന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. സോറി ഈ സമയത്ത് നിന്നെ പുറത്തേക്ക് വിളിച്ചേന്. പ്രിയയ്ക്കും ചെറിയ പരിഭവം കാണും. അവളോട് പറഞ്ഞേക്ക നിന്റെ ഫ്രണ്ട് ഇങ്ങനെയാണെന്ന്. പ്രിയക്ക് അങ്ങനെ പരാതിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പരാതിയുള്ള ഒരാളായിരുന്നെങ്കിൽ എന്നെ ഇഷ്ടപ്പെടില്ല. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എനിക്കറിയാടാ, യു ഗൈസ് ആർ ദ ബെസ്റ്റ്. താങ്ക്സ് ഡാ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ. ബൈ. ഭാർഗവി, ഇനി മുതൽ സമാധാനത്തോടെ നിനക്ക് ഉറങ്ങാൻ കഴിയില്ല. നിന്റെ പാപത്തിന്റെ കുടം തുളുമ്പിയിട്ടുണ്ട്. ആ പാപക്കറകൾ തുടച്ചു കളയുവാൻ വേണ്ടി എന്റെ മരുമകൾ വരുന്നുണ്ട്. നിന്റെ ശരിക്കുമുള്ള മുഖം അവൾ തുറന്നു കാണിക്കും. എന്റെ മകൻ റാമിനെ നിന്നിൽ നിന്ന് സംരക്ഷിക്കും. ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഭാർഗവി. എന്നെ കൊന്നുകളഞ്ഞ് എന്റെ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിച്ചതല്ലേ? ഇനി മുതൽ ഓരോ നിമിഷവും നീ ചത്ത് ചത്ത് ജീവിക്കും. എന്റെ സമാധാനം ഇല്ലാതാക്കാൻ നിനക്ക് കഴിയില്ല. അതുപോലെ എന്റെ സ്ഥാനവും ഇല്ലാതാക്കാൻ നിനക്ക് പറ്റില്ല. എന്റെ മോള് വരുന്നുണ്ട്, കരുതിയിരുന്നു. ഭാർഗു, ആരാ ഔട്ടായത്? അത് നടക്ക. എന്തു പറ്റി ഭാർഗു? അത് ബില്ലിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം വിശ്വ. അപ്പോ ലോയറിനെ പോയി കാണണമെന്ന് പറ. ലോയർ എന്താ പറഞ്ഞത്? ബില്ലിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലേ? ലോയറും ഒന്നും പറയുന്നില്ലല്ലോ. ബില്ലില് വാണി എന്താ എഴുതിയിരിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതെനിക്ക് അറിയണം. അയ്യോ, ഈ ബില്ലിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണോ ഈ നട്ടപ്പാതിരക്ക് എഴുന്നേറ്റത്? അതൊക്കെ നേരം വെളുത്തിട്ട് നോക്കിയാ പോരെ? ഒരു സെക്കൻഡ് നിക്ക്, ഇത്തിരി വെള്ളം കുടിക്കും. അവളെങ്ങനെ വന്ന്? ഭാർഗു, ഇത്തിരി വെള്ളം കുടിക്കും. ബില്ലിൽ എന്താ എഴുതിയിരിക്കുന്നത്? നമുക്ക് നേരം വെളുത്തിട്ട് നോക്കാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വെള്ളം കുടിക്കാൻ നോക്ക്. ബില്ലിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണം. അത്രയും കാലം എനിക്കൊന്നും വേണ്ട. ആ ലോയർ ഉണ്ടല്ലോ, ബില്ലിൽ എന്താ എഴുതിയിരിക്കുന്നുള്ളത് എന്നിൽ നിന്ന് മറച്ചു വെക്കുവോ? ബില്ലിൽ എന്താ എഴുതിയിരിക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതെനിക്കറിയണം. അറിയണം പറഞ്ഞ് ഇങ്ങനെ നട്ടപ്പാതിരക്ക് നാഗവലി കളിക്കല്ലേ ഭാർഗു. നോക്ക്, രാവിലെ നമ്മൾ ടോസ് ഇട്ടിട്ട് ബാറ്റിംഗ് തുടങ്ങുമല്ലോ. അപ്പൊ റാമിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് ഉറങ്ങാം. നീ ഒന്ന് ഉറങ്ങു ഭാർഗു. ഇനി മുതൽ സമാധാനത്തോടെ നിനക്ക് ഉറങ്ങാൻ കഴിയില്ല. സമാധാനം എന്ന് പറഞ്ഞ് എല്ലാരും കൂടി എന്റെ സമാധാനം ഇല്ലാതാക്കുന്നത്. ആർക്കും എന്റെ സമാധാനം ഇല്ലാതാക്കാനാവില്ല. അത് ആർക്കും കഴിയില്ല. ആരില്ലാതാക്കിയെന്ന? എന്തില്ലാതാക്കിയെന്ന ഭാർഗു? വിശ്വ, ഈ വില്ലിന്റെ കാര്യത്തില് നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നത്? ഹെൽപ്പ് ചെയ്യാന്ന് നീ എന്നോട് പറഞ്ഞതല്ലേ? അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും വിശ്വ. നിന്നെ ഞാൻ കൊന്നുകളയും. ഞാനൊന്ന് ആഗ്രഹിച്ച പിന്നെ ആർക്കും അത് ഇല്ലാതാക്കാനാവില്ല. ഞാൻ ചോദിച്ചോളാം. നീ എന്തായാലും കൊല്ലും. ഞാനിപ്പോ കിടന്നുറങ്ങട്ടെ. എനിക്കറിയാം.
അതെങ്ങനെയെങ്കിലും എനിക്കറിയണം. മണി, എന്നൊന്നും ചെയ്യല്ലേ മണി. എന്റെ മരുമകള് വരുന്നുണ്ട്, കരുതിയിരുന്നോ? സീതയുടെ മെസ്സേജ് ആയിരിക്കും തോന്നുന്നു. ഗുഡ് മോർണിംഗ് സീത. ഞാനും ഈ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാണ്. ഐ ഹോപ്പ് മുത്തശ്ശൻ നിന്നെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കും. ഈ വീട്ടിലെ മരുമകളായിട്ട് നിന്നെ എത്രയും വേഗം വിളിക്കും. സിഹി, എന്താ മോളെ നീ ഒന്നും സംസാരിക്കാത്തെ? പ്ലീസ് എന്തെങ്കിലും പറ, എനിക്കില്ല എന്തോ പോലെയാ. സീതമ്മ, നീ ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഞാന് നിന്റെ കൂടെ അങ്ങോട്ട് വരട്ടെ? ശരി, വേണ്ട. എനിക്കിന്ന് സിനിമയുടെ ഷൂട്ടിംഗ് ഫുള്ളാക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അന്ന് മിസ്റ്റർ സണ്ണ് വന്നിട്ട് വിഷമിച്ചിട്ടാ നമ്മുടെ വീട്ടിൽ നിന്ന് പോയത്. അന്ന് എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞത് എന്നെ കൊണ്ടുപോയിക്കോളാന്നാ. പക്ഷെ എന്നെ കൊണ്ടുപോയില്ല, ഒറ്റയ്ക്ക് പോയി. ഞാൻ എന്താ ചെയ്തേ സീതമ്മ? മോളെ, നീ ഒന്നും ചെയ്തിട്ടില്ല. ആര് വന്നാലും ആര് പോയാലും ഞാൻ മാത്രം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതെന്റെ വാക്കാ. നീ ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് ആലോചിക്കണ്ട. സീതമ്മ, മിസ്റ്റർ സണ്ണിന് എന്നെ ഇഷ്ടമല്ലേ? അദ്ദേഹം പോയതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും മോളെ. നമുക്കൊക്കെ എന്ത് ലഭിക്കണമെന്ന് ദൈവം നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലതൊക്കെ സ്വന്തമാക്കണമെങ്കിൽ ചിലതൊക്കെ വിട്ടുകളയണം എന്നാ. ഞാൻ എന്ത് വേണമെങ്കിലും വിട്ടുകളയാൻ തയ്യാറാണ് മോളെ. പക്ഷെ ഞാൻ നിന്നെ മാത്രം ഒരിക്കലും കൈവിടില്ല. എനിക്കിപ്പോ ഇത്ര മാത്രമേ പറയാനുള്ളൂ. സീതമ്മ, നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. പക്ഷെ എനിക്ക് നിന്നെയും വേണം, എന്റെ ഫ്രണ്ടിനെയും വേണം. മോളെ, ശരി സീതമ്മ, നിനക്ക് ലേറ്റ് ആയിട്ടുണ്ട്, പോവാൻ നോക്ക്. പിന്നെ മിസ്റ്റർ സണ്ണിനോട് ഞാൻ ചോദിച്ചു എന്ന് പറയണേ. എനിക്ക് സണ്ണിനെ കുറെ ഇഷ്ടമാണെന്ന് പറയണേ. നെക്സ്റ്റ് ടൈം അവര് വന്ന് എന്നെ കൊണ്ടുപോയാ മതി, കുഴപ്പമില്ല. സമ്മർ ഹോളിഡേയ്സ് ഒരു മന്ത് ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണേ. മോളെ, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? അവർക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നീ വിചാരിക്കുന്നത് പോലെ മുത്തശ്ശന്റെയും ആ വീട്ടുകാരുടെയും സ്നേഹം നിനക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. സീതമ്മ, ഇതൊക്കെ പറയാൻ പറ്റുമോ? ശരി മോളെ, ഞാൻ പറഞ്ഞോളാം. നീ എന്നെ ഒന്ന് വിഷ് ചെയ്യോ? വിഷയാണെന്നാ? എന്താ, നിനക്ക് എക്സാം ഉണ്ടോ? ഇതൊരു വലിയ എക്സാമാ എനിക്ക്. എന്താ ഞാൻ വിഷ് ചെയ്യണ്ടേ? എന്ത് സംഭവിച്ചാലും നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം, അങ്ങനെ വിഷ് ചെയ്യണ്ടേ. നീ വിഷ് ചെയ്ത് അത് സംഭവിക്കുമെന്നാ. നിനക്കെന്നെ വേണമല്ലേ? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. എന്റെ ഫ്രണ്ടിനെ നിനക്ക് വേണമല്ലേ? അവനും ഉണ്ടാവും. ടാറ്റാസ്തു. ടാറ്റാസ്തു. ദൈവമൊക്കെ ഇങ്ങനെയല്ലേ എല്ലാരും വിഷ് ചെയ്യാറ്? അത് തഥാസ്തു. അതായത് നീ എന്ത് വിചാരിക്കുന്നു അത് സംഭവിക്കട്ടെ എന്ന്. അത് തന്നെ സീതമ്മ, തഥാസ്തു.
നിന്റെ പാപത്തിന്റെ കുടം തുളുമ്പിയിട്ടുണ്ട്. ആ പാപക്കറകൾ തുടച്ചു കളയുവാൻ വേണ്ടി എന്റെ മരുമകൾ വരുന്നുണ്ട്. ചേച്ചി, സീത ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? ഇന്ന് സീത വീട്ടിലേക്ക് വരുന്നില്ലേ? കഴിക്കാനുണ്ടാവോ? ചേച്ചിക്ക് എന്തെങ്കിലും അറിയോ? എന്താ കഴിക്കാനുണ്ടാക്കണ്ടേ? മുമ്പ് വന്നപ്പോഴും അവൾ ഒന്നും കഴിച്ചില്ല. ഇന്നും അങ്ങനെ തന്നെ ചെയ്താ അത് ശരിയല്ലല്ലോ ചേച്ചി. സീത നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? കണ്ട അവക്കൊരു കുട്ടിയാണെന്ന് പറയേയില്ല അല്ലേ ചേച്ചി? ശരിക്കും സുന്ദരി അവള്. അച്ഛൻ ഇത്ര കൊല്ലം കാത്തിരുന്നതിന് ഈ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ വരാൻ പോവാ അല്ലേ ചേച്ചി?